ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനൊരു യാത്രയിലാണ്. യാത്രയുടെ ഇടയ്ക്ക് വണ്ടി നിർത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു അടിയന്തരമായ ഒരു പ്രാർത്ഥന. നമ്മളൊരു കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന സാജു ബ്രദറിന് വേണ്ടി ഒരു വീഡിയോ ഇട്ടിരുന്നു. 1.5 ലക്ഷം രൂപ അന്ന് ഓപ്പറേഷന് വേണമെന്ന് പറഞ്ഞു. അന്ന് ഓപ്പറേഷൻ ചെയ്യാൻ അവിടെ ഈ പൈസ ഇല്ലായിരുന്നു. മാത്രമല്ല ആശുപത്രിയിൽ കുറേ ബില്ല് അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊന്നും പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ വല്ലാതെ വിഷമിച്ച സമയത്താണ് നമ്മളത് ഓപ്പറേഷന് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് ഇട്ടത്. എന്നാൽ കാലിൻ്റെ ആ ഭാഗത്തൊക്കെ പഴുപ്പ് കയറി ഒരു വല്ലാത്തൊരു മാനസിക നിലയിലേക്ക് എത്തി. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു വല്ലാത്തൊരു പ്രയാസത്തിലായിരുന്ന സമയത്താണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും സഹായ അഭ്യർത്ഥന നടത്തിയത്. അതനുസരിച്ച് ലോകത്തിൻ്റെ വിവിധമായ ഭാഗങ്ങളും ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും വളരെ ഉദാരമായി സഹായിക്കുകയും ചെയ്തു. അതിനിമിത്തമായിട്ട് അവർക്ക് ആശുപത്രിയിൽ അന്ന് അഡ്മിറ്റാകാൻ വേണ്ടി ഒക്കെ ഒത്തിരി കടമുണ്ടായിരുന്നു. ആ കടം വീട്ടാനുള്ള സാമ്പത്തികം അവർക്ക് ലഭിച്ചു. അതുമാത്രമല്ല, നമ്മൾ വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർക്ക് ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. കാരണം കാലിന് പഴുപ്പ് കയറിയിട്ട് പഴുപ്പ് ഭാഗത്തേക്ക് ട്യൂബ് ഇട്ട് ആ പഴുപ്പ് വലിച്ച് കളയേണ്ട സ്ഥിതിയിലേക്ക് വന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവർ അദ്ദേഹത്തിന് അനസ്തേഷ്യ കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു. എന്തായാലും ആ ദിവസം ഐസിയുവിലായിരുന്നെങ്കിൽ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം നല്ല നിലയിലേക്ക് എത്തി. ഇപ്പം ആ പഴുപ്പ് മാറിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് വേറെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളായിരുന്നു. മെയിൻ ഓപ്പറേഷൻ. കാരണം കാലിൽ ഇനി കമ്പി കിടാനുള്ള ഓപ്പറേഷനാണ് നടക്കുന്നത്. തുടയുടെ ഭാഗമെല്ലാം പല കഷ്ണങ്ങളായിരുന്നു. എക്സ്റേ ഒക്കെ നമ്മൾ കാണാൻ പറയാം, പല ഭാഗങ്ങളായിട്ട് പൊളിഞ്ഞു പോയ ഒരു കാര്യമായിരുന്നു. എല്ല് തുളച്ച് എന്താ പറയുക, മാംസത്തേക്കൂടെ കയറി തൊലിക്ക് പുറത്തേക്ക് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദൈവകൃപയാൽ അതെടുത്ത് അകത്തേക്ക് ഇട്ടു. ഇനി ഉള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മേജർ ഓപ്പറേഷനാണ്. അകത്തൂടെ നേരത്തെ തന്നെ കമ്പിയൊക്കെ വെച്ച് സ്ക്രൂ ഒക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോഴിനി ഓപ്പറേഷന് വേണ്ടി അദ്ദേഹത്തെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇപ്പോൾ കയറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. കാരണം നമ്മളിങ്ങനെ സഹായിക്കുന്നതുകൊണ്ട് ഇത്ര കുടുംബത്തിൻ്റെ കണ്ണുനീര് മാറുന്നു. ഒരു ഒരാൾ വന്ന് ഒരു വീഡിയോയുടെ മുമ്പിലേക്ക് വന്നിട്ട് അവിടെ പ്രയാസത്തെക്കുറിച്ച് അവർ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ടല്ലേ പൊതുവിൽ വന്നിട്ട് പറയാം. നമ്മൾ പലപ്പോഴും മനുഷ്യന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ പൊതുലോകത്തോട് അറിയിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് വരിക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു മറ്റു മാനുഷികമായിട്ടുള്ള ഒരു മാർഗ്ഗവും ഇല്ലാതെ വരുമ്പോഴാണ് കേട്ടോ. എന്തായാലും പ്രിയമുള്ളവർ സഹായിച്ചു, പ്രാർത്ഥിച്ചു. ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ യാത്രയുടെ മധ്യേ പെട്ടെന്ന് വണ്ടി നിർത്തി ഇറങ്ങി ഈ വീഡിയോ ചെയ്യുകയായിരുന്നു. ഇപ്പോഴേ അദ്ദേഹത്തെ ഐസിയുവിലേക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അദ്ദേഹത്തിന് എത്ര ലഭിച്ചെന്നുള്ളതിനും തുടർന്ന് ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് അതിനെക്കുറിച്ച് തീർത്ത അപ്ഡേഷൻ തരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.